ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ട് മാല മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ 25 mm തിക്നെസ്സിലുള്ള വയർ എടുത്തിട്ടുണ്ട്. മീൻ പിടിക്കുന്നൊക്കെ ആ വയറാണ്. അതുപോലെ തന്നെ ചെറിയ ബീഡുകൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലേസിംഗ് ഉള്ള നല്ല ഭംഗിയുള്ള ബീഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ സെയിം ഐറ്റം തന്നെ വലിയ ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് മഴത്തുള്ളി ഷേപ്പിലുള്ള ബീഡാണ്. പിന്നെ ചക്കിരി ഉണ്ട്, കുന്തൻ സ്റ്റോൺ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഉണ്ട്, ഐപ്പിൻ ഉണ്ട്, ജംപ് റിംഗ് ഉണ്ട്, ചക്കിരിയാണ് ഇത്. പിന്നെ ഗിയർ വയർ ലോക്കാണ്, ഗിയർ ലോക്ക്. ഇത്രയും കാര്യങ്ങൾ കൊളുത്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം കൊളുത്തൊന്ന് ഇട്ട് നോക്കാം. നമ്മൾ വയറിൽ കൊളുത്ത് ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഗിയർ ലോക്ക് ഇടുക. ഗിയർ ലോക്ക് ഇത് കണ്ടില്ല, ചെറിയൊരു ബീഡാണ്. ഇങ്ങനെ ഇട്ടതിന് ശേഷം വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ലോക്ക് ചെയ്ത് ഇങ്ങനെ ഇടുക. അതിന് ശേഷം ഗിയർ ലോക്ക് പ്ലെയർ കൊണ്ട് നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ 2 ഗിയർ ലോക്കൊക്കെ ഇടാം. ഒന്നെണ്ണം ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. നല്ല അവിടെ ടൈറ്റായിരുന്നുള്ളൂ. നല്ല യൂസ്ഫുള്ളായൊരു ബീഡാണിത് ഗിയർ ലോക്ക്. അതുപോലെ ഇതിൻ്റെ ബാലൻസ് ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. നല്ല താഴ്ത്തിയിട്ട് കട്ട് ചെയ്യണ്ട. ചെറിയ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബീഡ്സ് കോർക്കാം. ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പുള്ള ഭാഗം ഇങ്ങനെ മുത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നല്ല താഴ്ത്തി കട്ട് ചെയ്യരുത്. കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ട് കട്ട് ചെയ്താൽ മതി. ബാക്കി ഭാഗം ഉള്ളിലോട്ടാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഗ്രീൻ കളറുള്ള ക്രിസ്റ്റൽ ബീഡ് ഇട്ട് അതിന് ശേഷം നമ്മളെ മഴത്തുള്ളി ഇട്ട് അതിന് ശേഷം ഒരു ചക്കിരി, അതിന് ശേഷം ഒരു വലിയ ബീഡ്. ഈ രീതിയിൽ ഇങ്ങനെ ബ്ലോക്കുകളാക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊരു ബ്ലോക്കാണ്. അതുപോലെ നമ്മൾ 5 ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ 5 ബ്ലോക്ക്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ചെറിയ ബീഡും കോർക്കുക. എത്ര പണിയുള്ളൂ ഈ മാല ചെയ്യാൻ. ഈ ബ്ലോക്ക് ഈ രീതിയിൽ തന്നെ ആവണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇതിനെ മാറ്റി മറിച്ചൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മൾ 5 ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്കറ്റ് ഉണ്ടാക്കണം. ഇതിന് വേണ്ടി ലോക്കറ്റ് കുന്തൻ സ്റ്റോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് ഹാങ്ങിങ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഹൈപ്പിൻ ഉപയോഗിച്ചിട്ടൊരു ഹാങ്ങിങ് ഉണ്ടാക്കുക. അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഗോൾഡൻ ബീഡ് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ നമ്മളെ മാലയുടെ നൂല് അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ കുന്തൻ സ്റ്റോണിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ചുറ്റിയെടുത്താൽ മതി. ഇത്ര പണിയുള്ളൂ. കുന്തൻ സ്റ്റോണ് മേലൊരു ജോയിൻ്റ് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കുന്തൻ സ്റ്റോണിൻ്റെ പിറകുവശത്ത് ധാരാളം ഹോൾസ് ഉണ്ട്. നമുക്ക് ഏത് ഹോൾസിലും ഇടാം. നമ്മൾ സെൻറ്ററിലെ ഹോൾസിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ലൊന്ന് ചുറ്റിക്കൊടുക്കുക. ഒരു 3 തവണയൊക്കെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ബാലൻസ് ഭാഗം നമുക്കൊന്ന് കട്ടും ചെയ്തിടുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ബാലൻസ് അതിൻ്റെ എൻഡ് ഭാഗം കുന്തൻ സ്റ്റോണിൻ്റെ ഉള്ളിലോട്ടൊന്ന് ആക്കിയാൽ മതി. ബാക്കി നമ്മൾ ഒരു സൈഡ് റെഡിയായി മാലൻ്റെ. മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. ഇനി അവസാനത്തിലുള്ള ഗിയർ ലോക്കും കൂടി നമുക്ക് കണ്ടു നോക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ടൈറ്റായി പിടിച്ചതിന് ശേഷം നമ്മൾ ജംപ് റിംഗ് ഉണ്ട്, അതൊന്ന് ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇട്ടാൽ മതി. അതിനു വേണ്ടി ഇവിടെ നമ്മൾ റിങ് എടുത്തിട്ടുണ്ട്. ആദ്യം ഗിയർ ലോക്ക് ഇടണം. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം ഇതാ വീഡിയോയിൽ കാണുന്നുണ്ട്. ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം ജംപ് റിങ് ഇട്ട് അതിന് ശേഷം നമ്മൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്ത് നല്ലോണം ടൈറ്റാക്കി പിടിക്കുക. മാക്സിമം ടൈറ്റാക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് പ്ലെയർ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കായി നിന്നോളും. ബാലൻസ് ഭാഗം ബീഡിൻ്റെ ഉള്ളിലോട്ട് മാറ്റി കൊടുക്കണം. കയറ്റി കൊടുത്താൽ മതി. ബീഡ്സിൻ്റെ ഉള്ളിലോട്ടൊന്ന്
കയറ്റി വെക്കുക. ഇത്രേ പണിയുള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ കെട്ടിടുമ്പോൾ നല്ല പ്രയാസമാണ്, അത് അഴിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഗിയർ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.